കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന് സ്റ്റേയില്ല. അടിയന്തര സ്റ്റേ വേണമെന്ന രജിസ്ട്രാറുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. VC വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാം, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ പറയുന്നത്? ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. അതിന് ഉപരിയായി തിങ്കളാഴ്ച വൈസ് ചാൻസലർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന രജിസ്ട്രാറുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കേസിന്റെ എന്തുകൊണ്ട് ഈ കേസുണ്ടായി എന്നുള്ള ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ കോടതി നടത്തി. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ടാണ് പരാതി ക്യാൻസൽ ചെയ്തത് എന്നത് അറിയണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിന് ഉപരിയായിട്ട് കേരളത്തിൽ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചത് എങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ആകും എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചു. എന്താണ് പ്രൊവക്കേറ്റീവ് ഫോട്ടോഗ്രാഫ്? അങ്ങനെ ഒരുപിടി ചോദ്യങ്ങളാണ് കോടതി ഈ കേസിന്റെ പരിഗണന സമയത്ത് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഈ കേസ് തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിന് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, കേസ് തിങ്കളാഴ്ച പരിഗണിക്കുന്നതിന് മാറ്റിവെച്ചിരിക്കുകയാണ് കോടതി. ഒപ്പം ഒരുപിടി ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന്.